ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ UK ഗ്രാമർ സ്കൂളുകളെ കുറിച്ചാണ്. എന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്ത സമയത്ത് കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഗ്രാമർ സ്കൂളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാവോന്ന്. അപ്പൊ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? UK 3 തരം സ്കൂൾസ് ആണുള്ളത്. ഒന്ന് പ്രൈവറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കുട്ടികളെ അവിടെ അയക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സൂപ്പർ എക്സ്പെൻസീവ് ആണ്. ഒരു ഇയറിലെ ഫീസ് തന്നെ £24,000 ആവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾ അല്ല പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള സ്കൂൾസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂൾസ് ആണ്. ഒന്ന് നോർമൽ കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂൾസും രണ്ടാമത്തേത് ഗ്രാമർ സ്കൂൾസും സ്റ്റേറ്റ് ഫണ്ടഡ് തന്നെയാണ്. പക്ഷേ ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് കുട്ടികളുടെ അക്കാഡമിക് എബിലിറ്റി അനുസരിച്ചാണ്. അതായത് 11+ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം വഴിയാണ്. നമ്മുടെ കുട്ടികളെ ഗ്രാമർ സ്കൂളിൽ തന്നെ അയച്ച് സെക്കൻഡറി വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങളുടെ കുട്ടികൾ അക്കാഡമിക്കലി ബ്രൈറ്റ് ആണെങ്കിൽ തീർച്ചയായും അവരെ കൊണ്ട് ഈ 11+ എക്സാം എഴുതിക്കണം. കാരണം ഒരു ഇയർ 6 സാറ്റ്സ് എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നത് യൂഷ്വലി GCSEക്കും പിന്നെ ഇയർ 13-നുമാണ്. അപ്പം ഇയർ 6 ഒരു 11+ എക്സാം അവരെ കൊണ്ട് എഴുതിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അവർക്ക് ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ 11+ എക്സാം എഴുതിക്കുന്നതിനും ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലും മാത്രമാണ് ഗ്രാമർ സ്കൂൾ ഉള്ളത്. അല്ലാതെ വെയിൽസിലും സ്കോട്ട്ലൻഡിലും ഗ്രാമർ സ്കൂൾ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ഗ്രാമർ സ്കൂളുകൾ തന്നെ 2 തരം ഗ്രാമർ സ്കൂളുകളുണ്ട്. സെലക്റ്റീവ് ഗ്രാമർ സ്കൂളും ഉണ്ട്, സൂപ്പർ സെലക്റ്റീവ് ഗ്രാമർ സ്കൂളും ഉണ്ട്. സെലക്റ്റീവ് ഗ്രാമർ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ക്യാച്ച്മെന്റ് ഏരിയയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്. സെലക്റ്റീവ് ഗ്രാമർ സ്കൂൾ ആണെങ്കിലും സൂപ്പർ സെലക്റ്റീവ് ഗ്രാമർ സ്കൂൾ ആണെങ്കിലും നമ്മൾ സ്കൂളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂട്ടിലിറ്റി ബില്ല് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റ് 1 ഇയറിലെ യൂട്ടിലിറ്റി ബില്ലാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ എക്സാക്ട് അഡ്രസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു റിക്വയർമെന്റ് ആണ്. അത് 2 സ്ഥലത്തും, സെലക്റ്റീവ് സ്കൂളിനാണെങ്കിലും വേണം, സൂപ്പർ സെലക്റ്റീവ് സ്കൂളിനാണെങ്കിലും വേണം. സെലക്റ്റീവ് സ്കൂൾ ആണെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് കാച്ച്മെന്റ് ഏരിയ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാനേ പറ്റില്ല. സെലക്റ്റീവ് ഗ്രാമർ സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ കാച്ച്മെന്റ് ഏരിയയിലുള്ള കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർ സെലക്റ്റീവ് ഗ്രാമർ സ്കൂൾ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അവരുടെ ഗ്രാമർ സ്കൂളിന്റെ കാച്ച്മെന്റ് ഏരിയയ്ക്ക് പുറത്തുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഔട്ട് ഓഫ് കാച്ച്മെന്റ് ഏരിയയിലുള്ള കുട്ടികൾക്ക് അവരുടെ കാച്ച്മെന്റ് ഏരിയയിലുള്ള കുട്ടികളെക്കായും കൂടുതൽ സ്കോർ വേണം. എന്നാൽ മാത്രമേ അവിടെ അഡ്മിഷൻ അവർ എലിജിബിൾ ആകുകയുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് കാച്ച്മെന്റ് ഏരിയയിലുള്ള എത്ര ശതമാനം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കും എന്നുള്ളത് ഓരോ സ്കൂളിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് മാക്സിമം 6 സ്കൂളുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മോളുടെ എക്സാമിന്റെ സമയത്ത് ഞാൻ അവളെ കൊണ്ട് 3 സ്കൂളിലാണ് എക്സാം എഴുതിച്ചത്. അത് ഞങ്ങൾ എസെക്സ് ഏരിയയിലെ സ്കൂളിലാണ്. അത് 3ഉം കാച്ച്മെന്റ് ഏരിയക്ക് പുറത്തുള്ള, അതായത് സൂപ്പർ സെലക്റ്റീവ് സ്കൂൾസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ഏരിയയിലെങ്ങും ഗ്രാമർ സ്കൂൾ ഇല്ല. അപ്പോൾ നമ്മൾ കാച്ച്മെന്റ് ഏരിയയിൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ആണ്. അപ്പം നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ എളുപ്പമാണ്. ഞങ്ങളിപ്പം കാച്ച്മെന്റ് ഏരിയക്ക് പുറത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സ്കൂളിലേക്ക് ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പോൾ ഒരു കോച്ചിലാണ്, അത് സ്കൂൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള കോച്ചാണ്. പക്ഷെ ആ കോച്ചിന് നമ്മൾ പേ ചെയ്യണം. സ്കൂളിലേക്ക് ട്യൂഷൻ ഫീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കോംപ്രിഹെൻസീവ് സ്കൂൾ പോലെ തന്നെയാണ്, സ്റ്റേറ്റ് ആണ് അതിന്റെ ഫണ്ട് കൊടുക്കുന്നത്. നമ്മളൊന്നും പേ ചെയ്യണ്ട. പക്ഷേ നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ ഫീ നമ്മൾ മന്ത്ലി അടയ്ക്കണം. ഞാനൊരു ഏകദേശം ഒരു £166 അതിന് ട്രാൻസ്പോർട്ടേഷൻ മന്ത്ലി അടയ്ക്കുന്നത്. 1+ എക്സാം എഴുതിക്കുമ്പോൾ നമ്മൾ അവർക്ക് നല്ലൊരു പ്രിപ്പറേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ സ്കൂളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് കുട്ടികള് ഇയർ 5-ലായിരിക്കുന്ന സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇയർ 5 ഒരു മെയ് ജൂണിലാണ് സ്കൂളിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ സ്കൂളിന്റെയും വെബ്സൈറ്റിൽ കാണും ഏത് സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന്.
അപ്പോ ഈ മെയ് ജൂണില് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം വരുന്നത് ഇയർ 6 കയറിയിട്ട് ആ സെപ്റ്റംബർ, നമ്മൾ ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം വീക്കില് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ ആയിരിക്കും അതിന്റെ എക്സാം വരുന്നത്. സെപ്റ്റംബറിലാണ് എക്സാം, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ ആദ്യം നമുക്ക് റിസൾട്ട് വരും. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കുട്ടിയുടെ സ്കോർ എത്രയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരും. ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ലെറ്റർ വരും. നമ്മുടെ കുട്ടിയുടെ പൊസിഷൻ എവിടെയാണ്, അവർക്ക് സെലക്ഷൻ കിട്ടുമോ ആ സ്കൂളിൽ, അതോ വെയിറ്റിംഗ് ലിസ്റ്റിലാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരും. അപ്പോൾ അന്നേരം നമുക്ക് അറിയാൻ പറ്റും കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ 6 സ്കൂളിൽ എഴുതിക്കുവാണെങ്കിൽ ചിലപ്പോൾ 6 സ്കൂളിൽ നമ്മൾ അപ്ലൈ ചെയ്താലും 6 സ്കൂളിൽ എഴുതിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചില സ്കൂളുകളിൽ 2 സ്കൂളുകളിൽ ഒരേ ദിവസമായിരിക്കും എക്സാം വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡേറ്റ് ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കൊരു 2-3 സ്കൂളുകളിലൊക്കെ കുട്ടികളെ എഴുതിക്കാൻ പറ്റും എക്സാം. അപ്പം എഴുതിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏത് സ്കൂളിലാണ് അവർക്ക് അഡ്മിഷൻ. നമുക്ക് അതുപോലെ അവരുടെ സ്കൂളിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് സ്കൂൾ സെലക്ട് ചെയ്ത് അവരെ ആ സ്കൂളിൽ നമുക്ക് ചേർക്കാൻ പറ്റും. 11+ എക്സാം നമ്മളിപ്പം കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാതെ അവരെ കൊണ്ട് എഴുതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒത്തിരി ടോപ്പിക്സ് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ, മാത്സ്, വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്, ഇത്രയും കാര്യങ്ങൾ അതിൽ അവരുടെ ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. ഒത്തിരി ടോപ്പിക്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ഇയർ 4 മുതൽ കുട്ടികളുടെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇനഫ് ടൈം കിട്ടും, റഷ് ചെയ്യേണ്ടി വരില്ല. മാക്സിമം ഇയർ 5-ലെങ്കിലും അവരെ 11+ ട്യൂഷന് വിടുക. കഴിയുന്നവര് ഇയർ 4 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്തവര് ഇയർ 5-ലെങ്കിലും അവർക്ക് ട്യൂഷൻ മസ്റ്റ് ആയിട്ട് ട്യൂഷൻ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എക്സാം പാസ്സാകാനായിട്ട്. ചില സ്കൂളിൽ ഈ ഇത്രയും ടോപ്പിക്കും കൂടെ ഒറ്റ എക്സാം ആയിട്ടാണ് എഴുതിക്കുന്നത്. ചില സ്കൂളുകളിലാണെങ്കിൽ മാത്സും വെർബലും ഒരുമിച്ചൊരു പേപ്പർ, പിന്നെ ഇംഗ്ലീഷ്, ക്രിയേറ്റീവ് റൈറ്റിംഗും കോംപ്രിഹെൻഷനും നോൺ വെർബൽ റീസണിങ്ങും അടുത്ത ഒരു എക്സാം ആയിട്ട് അങ്ങനെയാണ് എഴുതിക്കുന്നത്. പക്ഷെ ഒറ്റ ദിവസത്തെ എക്സാമേ കാണത്തുള്ളൂ. 2 പേപ്പറായിട്ട് ചിലയിടത്ത് എഴുതിക്കും, ചിലയിടത്ത് ഒറ്റ പേപ്പറായിട്ട് എഴുതിക്കും. അങ്ങനെ അപ്പൊ കുട്ടികൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുത്തി അവരെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനവർക്ക് ട്യൂഷൻ തന്നെ കൊടുക്കണം. പിന്നെ ഇനി ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ ട്യൂഷൻ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ട്യൂഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗ്രാമർ സ്കൂൾ അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ കുട്ടികളെ കൊണ്ട് ആ ഒരു എക്സാം എഴുതിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ അവരെ അങ്ങനെ ഒരു കാര്യം എക്സ്പോഷർ ചെയ്യിക്കുന്ന തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ മോന്റെ സമയത്ത് ഞങ്ങൾക്ക് ഇത് എഴുതിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അവെയർ അല്ലായിരുന്നു. എവിടെയാണ് അതിനെ ട്യൂഷൻ എടുക്കുന്നത്, അങ്ങനത്തെ ട്യൂഷൻ ടീച്ചേഴ്സിനെ കുറിച്ചോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഒക്കെ എനിക്ക് അവയർനെസ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മോനെ എഴുതിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വിഷമമുണ്ട് അവനെ എന്ന് എഴുതിക്കാൻ പറ്റാത്തതിൽ. പക്ഷെ മോളുടെ സമയമായപ്പോൾ ഞാൻ കുറേയേറെ റിസർച്ച് ചെയ്തു, കുറേ ആൾക്കാരോട് അന്വേഷിച്ചു. അതുപോലെ തന്നെ അവളുടെ സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാത്തിലെത്തിയത്. ഞാനിപ്പോ സ്റ്റേറ്റ് സ്കൂൾ നല്ലതല്ല, ഗ്രാമർ സ്കൂൾ നല്ലതാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. എന്നോട് കുറച്ച് പേര് ഗ്രാമർ സ്കൂളിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം കുട്ടികളെ ഗ്രാമർ സ്കൂളിൽ വിടണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപാട് നല്ല റേറ്റിംഗ് ഉള്ള കോംപ്രിഹെൻസീവ് സ്കൂളുകൾ ധാരാളം ഉണ്ട് UK-ല്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ട്യൂഷൻ ടീച്ചറിനെ കുറിച്ചോ ട്യൂഷൻ ക്ലാസ്സുകളെ കുറിച്ചോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന SX ഏരിയയിലാണ്. അപ്പോൾ SX അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ SX ബോർഡർ ആണ്. കുട്ടിയുടെ സ്കൂള് SX ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ട്യൂഷൻ ടീച്ചേഴ്സിന്റെയോ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതെനിക്ക് കമന്റിലൂടെ തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട്. അപ്പൊ എൻ്റെ ഒരു ബിസിനസ് വാട്സാപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂഷൻ ടീച്ചറിന്റെ ഇൻഫർമേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അല്ലാത്ത കമന്റുകൾ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. Thank you.